ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് റൂമെത്തി ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ ഇറങ്ങിയത് ട്രെയിൻ സ്ട്രീറ്റിലോട്ടായിരുന്നു കേട്ടോ. നടന്നു വരാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നടക്കാമെന്ന് കരുതി. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ട്രീറ്റ് കണ്ടത്. ഒരുപാട് ബിസി ആയിരുന്നു സ്ട്രീറ്റ്. ഒരുപാട് ഫോറിനേഴ്സൊക്കെ ആയിട്ട് നല്ല അറേഞ്ച് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ക്രിസ്മസ് തീമിലെല്ലാം അവരവിടെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമല്ലേ, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എല്ലാ ഷോപ്പിനും ഫ്രണ്ടിൽ ഇതുപോലൊരു നായ്ക്കുട്ടി ഉണ്ടാവും കേട്ടോ, നല്ല ക്യൂട്ടായിട്ട്. എല്ലാ ഓണേഴ്സിനും ഇതുപോലൊരു നായ്ക്കുട്ടി ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. നല്ല രസമുണ്ടല്ലേ, അത് കണ്ടപ്പോൾ എടുത്തതാ. അങ്ങനെ ഞങ്ങൾ നടന്നു നിന്നത് ട്രെയിൻ സ്ട്രീറ്റ് എത്തി. ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ റോഡിന് അപ്പുറവും ഇപ്പുറവും ഉണ്ടായിരുന്നു കേട്ടോ അവർ അറേഞ്ച് ചെയ്തത്. ഈ സ്ഥലത്ത് മാത്രം, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, പക്ഷേ ഈ സ്ഥലത്ത് മാത്രമാണ് ഇത്രയും ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ ആ ഒരു ചെയ്തതിൻ്റെ ഒരു ഐഡിയ അടിപൊളിയാല്ലേ. നമ്മൾ ഇതുവരെ എവിടെയും അത് കണ്ടിട്ടില്ലല്ലോ. മീൻസ് ഇങ്ങനൊരു റോഡിന് നടുക്കുകൂടെ ട്രെയിൻ പോകുമ്പോൾ അവിടെ ഇത്രയും അവർ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഐഡിയ അടിപൊളിയായിട്ട് തോന്നി. നോക്കൂ, നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ചേച്ചിയെ കണ്ടോ, ചേച്ചി ചക്കയും മാങ്ങയും പിന്നെ അവിടുത്തെ കുറേ ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ തോളിലിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി, അതുകൊണ്ട് എടുത്തതാട്ടോ. എല്ലാവരും അത് വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടോ. അതുപോലെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു സ്റ്റൂളും ടേബിളും ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഈ കണ്ടില്ലേ, ഈ ഹാറ്റാണ് അവരുടെ കൾച്ചറലായിട്ട് എല്ലാ ലേഡീസും യൂസ് ചെയ്യുന്ന ഹാറ്റ്. ഇതാ കണ്ടോ, ചെറിയ സ്റ്റൂളും ടേബിളുമാണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ ഇരിക്കണം, ട്രെയിൻ വരുന്നത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ഓർഡർ ചെയ്ത് കഴിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ അങ്ങനെ കയറി നിൽക്കാനൊന്നും പറ്റില്ല. അതുപോലെ എല്ലാ മെനു കാർഡിൻ്റെയും ബാക്ക് പേജിൽ, ഏറ്റവും ലാസ്റ്റ് പേജിൽ ട്രെയിൻ വരുന്ന ടൈമിങ്സും ഏത് ഡേ ആണ് വരുന്നത് എല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒരുപാട് തരം ഫോട്ടോഷൂട്ട്സ് നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടോ, സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടാണെന്ന് തോന്നുന്നു, അത് ബ്രൈഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഷൂട്ട്സ് കാര്യങ്ങൾ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ഹാപ്പനിങ് പ്ലേസ് ആയിരുന്നു. നല്ല തിരക്കും നല്ല ഭംഗിയും ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു. ഇത് കണ്ടോ, എത്ര എടുത്താലും എത്ര കണ്ടാലും മതിയാവാത്തൊരു, എത്ര നേരം സ്പെൻഡ് ചെയ്താലും മതിയാവില്ലായിരുന്നു. ട്രെയിൻ വരുന്ന സമയത്ത് ഈ ഷോപ്പ് ഓണേഴ്സ് എല്ലാവരും കൂടിയിട്ട് വോളണ്ടിയേഴ്സായിട്ട് നിന്ന് ട്രാക്കിൽ നിന്ന് എല്ലാവരെയും മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ തന്നെ സ്പീക്കേഴ്സും അതുപോലെ വിസിലും എല്ലാം എടുത്ത് വിസിൽ ചെയ്ത് എല്ലാവരെയും ട്രാക്കിൽ നിന്ന് മാറ്റാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പോലീസും ഉണ്ടായിരുന്നു, പക്ഷെ പോലീസിനേക്കാൾ കൂടുതൽ വോളണ്ടിയേഴ്സായിട്ട് ഷോപ്പ് ഓണേഴ്സായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിന് വന്നു. ട്രെയിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയി. ഒരു സ്റ്റീക്കും ബണ്ണും പിന്നെ നൂഡിലും സ്പ്രിങ് റോൾസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത്. അവിടുത്തെ ഫുഡ് ഒട്ടും സ്പൈസി അല്ല, സ്പൈസും ഇല്ല സോൾട്ടും ഇല്ല. അപ്പോൾ പെപ്പറും ഇതൊക്കെയായിരുന്നു, നമ്മളുടെ പെപ്പറും സോൾട്ടും ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചത്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.